ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് രുചികരമായ ഒരു മക്രോണി റെസിപ്പി നോക്കാം. ഇതിനായി നമുക്ക് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് മക്രോണി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. മക്രോണി വെന്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. അതിന് മുകളിലൂടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഊറ്റി മാറ്റി വെക്കുക. നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരല്പം ഉപ്പ് കൂടെ ചേർക്കാം. നന്നായി വഴന്നു വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരല്പം കറിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ല അലിഞ്ഞ് ചേരണം അതിലേക്ക്. അതിൻ്റെ കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും വളരെ കുനുകുനെ അരിഞ്ഞ് ക്യാപ്സിക്കവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ തന്നെ ഇതിലെ കഷ്ണങ്ങളൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോഴാണ് കുട്ടികളൊക്കെ കഴിക്കുകയുള്ളൂ. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതും കൂടെ ചേർത്തിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വളരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ട്യൂണയാണ്. 2 ടിൻ ക്യാൻഡ് ട്യൂണയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ട്യൂണക്ക് പകരം ചിക്കനോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ചിക്കനോ ബീഫോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് മസാലയൊക്കെ ട്യൂണയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ ചേർത്തി കൊടുക്കണം. ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി മസാല കുറവുള്ളത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കുക. മക്രോണി കൂടെ ചേർത്ത് കഴിഞ്ഞ് ഈ മക്രോണിയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാല മക്രോണി റെഡി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.